കർണാടകയിലെ സംഭവവികാസങ്ങൾ ചെങ്ങന്നൂരിൽ ചർച്ചയാകുമോ എന്ന കാര്യത്തിൽ പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP മുഖ്യമന്ത്രിയുടെ രാജിക്ക് കാരണമായത് മുന്നണികളുടെ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് NDA സ്ഥാനാർത്ഥി PS ശ്രീധരൻപിള്ള പറഞ്ഞു. തങ്ങളെ നഖശികാന്തം എതിർത്തിരുന്ന JDS-ഉമായിട്ട് കൂട്ടുപിടിക്കേണ്ട സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതിൽ ഒരു പരാജയം ആർക്കാ സംഭവിക്കാനുള്ളത്? പണാധിപത്യത്തിനുമേൽ ജനാധിപത്യത്തിന്റെ വിജയമാണ് കർണാടകയിലെ BJP മുഖ്യമന്ത്രിയുടെ രാജി എന്ന അനിവാര്യതയിലേക്ക് എത്തിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി D. വിജയകുമാർ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തിന്റെ വിജയമായിട്ടാണ് കർണാടകത്തിലെ വിജയത്തെ ഞാൻ കാണുന്നത്. ഇവിടെ ആ പണാധിപത്യമൊന്നും ഇവിടെ നടക്കത്തില്ലെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ചെങ്ങന്നൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് LDF സ്ഥാനാർത്ഥി സജി ചെറിയാൻ പറഞ്ഞു. ഞാൻ നേരത്തെ മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് KKRന്റെ കാലത്ത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന വികസനം. യെദ്യൂരപ്പയുടെ രാജി BJP ക്യാമ്പിൽ നിരാശ പടർത്തിയിട്ടുണ്ട്. എന്നാൽ BJPയെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ഇതിലൊന്നും കക്ഷിയല്ലാത്ത CPM ആവട്ടെ ഈ സാഹചര്യം എങ്ങനെ മുതലാക്കാമെന്ന ആലോചനയിലാണ്. ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, ചെങ്ങന്നൂർ.